ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായുള്ള വേദഭാഗം ഈ നല്ല വെള്ളിയാഴ്ച, ഈ ഗുഡ് ഫ്രൈഡേയിൽ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ മെസ്സേജ്. അതിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. എന്താണ് പൗലോസ് ഇങ്ങനെ പറയുവാൻ കാരണം? പൗലോസ് ആരാണ്? നമുക്കറിയാം. ഹല്ലേലൂയ. എബ്രായൻ ജനിച്ച എബ്രായൻ, റോമ പൗരത്വമുള്ളവൻ, കപ്പലുണ്ടാക്കി വിൽക്കുന്ന ഹല്ലേലൂയ ഒരപ്പൻ്റെ മകൻ, ധനാഠ്യനായ മകൻ, ഗമാലിയൻ്റെ കാൽ കീഴിൽ നിന്ന് ന്യായപ്രമാണം പഠിച്ചവൻ, പരീശന്മാരിൽ പരീശനായ എല്ലാ യോഗ്യതയുമുള്ളതായുള്ള ഹല്ലേലൂയ ഈ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ദമസ്കോസിൻ്റെ വടിവാതിക്കൽ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം ചപ്പും ചവറുമായിട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് അതൊന്നും എൻ്റെ മുന്നിൽ എനിക്ക് ക്രൂശിൽ കൂടിയുള്ളതായുള്ള അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായുള്ള അനുഭവത്തെപ്പറ്റി ഗലാത്യ സഭയോട് വിളിച്ചു പറയുകയാണ്: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഹല്ലേലൂയ ഇടവരരുത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നല്ല വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി കാൽവറി കുരിശിൽ യാഗമായി തീർന്നപ്പോൾ പൗലോസ് അങ്ങനെ പറയുന്നുവെങ്കിൽ നമുക്കും പറയുവാനായിട്ട് സാധിക്കുമോ? പ്രശംസിപ്പാൻ നമുക്ക് പലതുമുണ്ട്. എന്നാൽ പ്രശംസിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിപ്പാൻ അതിനൊരു വകയുണ്ട്. ഒരു കാലത്ത് ഈ ക്രൂശ് ഒരു നിന്ദ്യമായ ഒരു മരണത്തിൻ്റെ അവസ്ഥയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അതിൽ കയറിയപ്പോൾ അത് വന്യമായി തീർന്നതുകൊണ്ട് ഹല്ലേലൂയ നമുക്കും പൗലോസിനോട് ചേർന്ന് പറയാം: എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഹല്ലേലൂയ അതിൽ പ്രശംസിപ്പാൻ ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ പത്രോസിൻ്റെ ലേഖനം 1:2-24 ഇപ്രകാരം പറയുന്നു: ഹല്ലേലൂയ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനെ നമ്മുടെ പാപങ്ങൾ ഹല്ലേലൂയ അവൻ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ കയറി. എന്താണ് ഹല്ലേലൂയ? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ കുഞ്ഞ് ഹല്ലേലൂയ കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവൻ നമ്മളെ ഹല്ലേലൂയ നമ്മുടെ രോഗത്തിന് ഹല്ലേലൂയ അവൻ സൗഖ്യമാക്കി തീർന്നു. നമ്മുടെ പാപം ഹല്ലേലൂയ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിന് നടുവിൽ ഹല്ലേലൂയ അവൻ്റെ ക്രൂശിൽ കൂടി ഹല്ലേലൂയ അവൻ നമുക്ക് സൗഖ്യം നൽകി. കാൽവറി ക്രൂശിലെ രക്തം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അത് സൗഖ്യം തരുന്നത് പോലെ ഈ ക്രൂശിൽ ചൊരിഞ്ഞതുകൊണ്ട് അവൻ നമുക്ക് ഹല്ലേലൂയ സൗഖ്യം നൽകി. ഏതിൽ നിന്നുള്ള സൗഖ്യം? പാപത്തിൽ നിന്നുള്ള സൗഖ്യം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ യേശുവിൻ്റെ ക്രൂശിൽ നോക്കിയാൽ, ഈ ക്രൂശിലോട്ട് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഹല്ലേലൂയ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൈവവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു: മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഹല്ലേലൂയ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി ഈ കുരിശ് ഉയർത്തിയിരിക്കുന്നു. എന്താണ് മരുഭൂമിയിൽ ഹല്ലേലൂയ ജനം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ബാധകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സർപ്പങ്ങൾ എല്ലാവരെയും കടിച്ചു. മോശ നിലവിളിച്ചു ദൈവസന്നിധിയിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു പിച്ചള സർപ്പത്തെ ഉയർത്ത്, അതിൻ്റെ നോക്കുന്നവൻ രക്ഷപ്പെടും. എന്നാൽ നോക്കിയവർ രക്ഷപ്പെട്ടു. എന്നാൽ അതിൻ്റെ അടുത്ത് വരെ വന്ന് നോക്കാതിരുന്നവർ ഹല്ലേലൂയ അവരൊക്കെയും കടിയേറ്റു മരിച്ചു. ഹല്ലേലൂയ കാൽവറി ക്രൂശ് നമുക്ക് കാണിക്കുന്നത് നമുക്ക് ഹല്ലേലൂയ പാപത്തിന്മേലുള്ളൊരു സൗഖ്യം, പാപത്തിന്മേൽ മാത്രമല്ല നമ്മുടെ രോഗത്തിന് സൗഖ്യം. അതിന് ഞാനൊരു ഉദാഹരണമാണ്. ജീവിതത്തിൽ ഹല്ലേലൂയ പല
പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളുമായി ഈ വീൽ ചെയറിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഹല്ലേലൂയ എൻ്റെ ദൈവം എനിക്ക് കൃപയാൽ ആ സൗഖ്യം ഈ കാൽവറി ക്രൂശിൽ കൂടി തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹല്ലേലൂയ ഈ ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുന്നത്. രണ്ടാമതായിട്ട് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞത്? ക്രൂശിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് ശത്രുക്കളെ ഇല്ലാതാക്കി, ഇരുപക്ഷത്തെയും അവൻ ഒന്നാക്കി, ക്രൂശിൽ കൂടിയുള്ള രക്ഷ അവൻ നമുക്ക് നൽകി. ഈ ക്രൂശിൽ എന്താണ് ഹല്ലേലൂയ? അവൻ നമുക്കൊരു നിരപ്പ് തരികയാണ്. എങ്ങനെ? ശത്രുക്കളായിരുന്ന നമ്മെ ഈ ക്രൂശിൽ കൂടി ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ രക്ഷയുടെ ഭാഗത്തോട്ട് കൊണ്ട് നിരപ്പിച്ചു. അതുകൊണ്ടാണ് ഹല്ലേലൂയ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന കിടന്ന ഹല്ലേലൂയ നിങ്ങളെ ഈ പുതിയ നിയമം ഇസ്രായേലിനോട് ഹല്ലേലൂയ ആക്കിയത്. എങ്ങനെ? കാട്ടൊലിവായിരുന്ന നല്ലൊലിവിനോട് ഒട്ടിച്ചേർത്തു. അത് പുറംപറമ്പിൽ കിടന്ന ഈ പാത്രത്തെ ഹല്ലേലൂയ മണവാളന്റെ മണയേറിയിൽ ഹല്ലേലൂയ മാനപാത്രമാക്കി തീർത്തു. എങ്കിൽ എന്താണ് ഹല്ലേലൂയ? അവൻ ക്രൂശിൽ നമുക്ക് നിരപ്പ് നൽകിയില്ലേ? ഒരു കണ്ണിനും ദയ തോന്നാതെ നിരാശയുടെ നിർച്ചുഴിയിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ ഈ ദൈവം ഹല്ലേലൂയ അവൻ നമ്മെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാട്ടിൽ ഇപ്രകാരം പറഞ്ഞു, പൂരമ്പറമ്പിൽ കീഴന്ന എന്നെ മാന പാത്രമാക്കാൻ എന്തുള്ളു യോഗ്യത അപ്പാ, എന്തുള്ളു യോഗ്യത. പുറംപറമ്പിൽ കിടന്ന ഹല്ലേലൂയ നമ്മെ അവൻ മാനപാത്രമാക്കി തീർത്തത് നമ്മുടെ യോഗ്യതയല്ല, കാൽവറിയിലെ ക്രൂശിലെ സ്നേഹം മാത്രം. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ ഈ ക്രൂശിനെ അനുഭവിക്കാതെ, ക്രൂശിനെ സ്വീകരിക്കാതെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ നിരപ്പ് ഹല്ലേലൂയ അവൻ നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നു. നമുക്കറിയാം ഒരു രസകരമായൊരു സംഗതി, യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുവരെ ഹല്ലേലൂയ ശത്രുവായിരുന്ന ഹെരോദാവും പീലാത്തോസും അവർ ഒന്നിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ അതൊരു ഹല്ലേലൂയ മുഖാന്തരമായിരിക്കാം. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ശത്രുക്കളായി നമ്മളെ ഹല്ലേലൂയ അവൻ്റെ കൂടെ ചേർത്ത് മിത്രമാക്കി തീർക്കുന്ന ഇത്ര വലിയ സ്നേഹത്തെ നാം ഒരിക്കലും മറന്നു പോകരുത്. മൂന്നാമതായിട്ട് ഹല്ലേലൂയ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം ഈ പ്രകാരം പറയുന്നു, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാൻ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ നമുക്ക് സമാധാനമുണ്ടാക്കി. ക്രൂശിൽ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ അവൻ നമുക്ക് സമാധാനം നൽകി. ആരാണ് അവൻ? ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത്, നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, തന്നേച്ചു പോകുന്നു എന്ന് അവർ ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാരോട് പറയുന്ന അവസ്ഥ നമുക്കറിയാം. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ അവൻ ആരാണ്? യെശയ്യാപ്രവചനം 9:6 പ്രവാചകൻ ഹല്ലേലൂയ വർഷങ്ങൾക്ക് മുന്നേ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് അവന് പേർ വിളിക്കപ്പെടും. അവൻ ആരാണ്? ഹല്ലേലൂയ. പ്രവാചകൻ പിന്നെയും പറയുന്നുണ്ട്, 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു. അങ്ങനെയെങ്കിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആരെങ്കിലും ഈ വെള്ളിയാഴ്ച ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, തുടർന്നും ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, സമാധാനം ഹല്ലേലൂയ അവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമുണ്ട്, കുടുംബത്തിൽ സമാധാനമുണ്ട്, നമ്മൾ ചെല്ലുന്നിടത്ത് സമാധാനമുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ്? സമാധാന പ്രഭുവാകുന്ന യേശുവാണ്. അതുകൊണ്ട് സമാധാനമില്ലാതെ ഈ ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിന്റെ ഹൃദയകവാടത്തിൽ വന്ന് നിന്റെ ജീവിതമാകുന്ന ഈ കവാടത്തിൽ, ഈ മന്ദിരമാകുന്ന ഈ ശരീരത്തിൽ അവൻ നിത്യസമാധാനം കൊണ്ട് അവൻ നിറയ്ക്കും. അവൻ നമ്മെ അതിശയകരമായി അവൻ നമ്മെ
നാലാമതായിട്ട് ഹല്ലേലൂയ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം താഴെയിട്ട് ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി. അവൻ എന്താണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, ഹല്ലേലൂയ സകലത്തിനെയും ക്രൂശിൽ എന്നേക്കുമായി അവൻ ഹല്ലേലൂയ തോൽപ്പിച്ചിട്ട് അതിൽ നിന്ന് അവൻ ജയോത്സവം കൊണ്ടാടി. നമുക്കറിയാം, അവനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ വാഴ്ചകൾ, ഈ ലോകത്തിലെ അധികാരി വർഗങ്ങൾ അവനെ കാൽവരി ക്രൂശിച്ചു കഴിഞ്ഞ് അവൻ നിന്നുപോയി എന്ന് പലരും വിചാരിച്ചു. എന്നാൽ അതിനെയൊക്കെയും ഹല്ലേലൂയ അതിനെ സ്വർഗത്തിലെ ദുഷ്ടാത്മസേനകളെയും സകലത്തെയും എന്നേക്കുമായി കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ അവൻ എന്നേക്കുമായി ആയതുകൊണ്ട് അതിനെയെല്ലാം ജയിച്ച് ജയോത്സവം കൊണ്ടാടി. നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ജയോത്സവം കൊണ്ടാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുവാൻ കാരണം അവൻ ജയോത്സവമായി, അവൻ ജയം തന്ന ദൈവമാണ്. നമ്മൾ പിൻപറ്റുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ തമ്പുരാൻ ആരാണ്? അവൻ ജയാളിയാണ്. അവൻ ഒരിക്കലും തോൽവി അവനില്ല. അവൻ ജയാളിയാണ്. അവൻ ജയിക്കുന്നവനാണ്. അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ തകർന്ന അനുഭവങ്ങളെ അവൻ ഉയർത്തുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ താഴ്ചയെ അവൻ ഉയർത്തും, നമ്മുടെ വീഴ്ചയെ അവൻ ഉയർത്തും. ഹല്ലേലൂയ നമ്മുടെ രോഗത്തിന് അവൻ സൗഖ്യം തരും. അതിൻ്റെ നടുവിൽ ബലഹീനതയിൽ ബലം നൽകും. അവൻ്റെ കൃപ തന്ന് അവൻ നമ്മെ പോറ്റി പുലർത്തും. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്രകാരമായി തീരുവാൻ, അവൻ എന്നെ ജയോത്സവമായി നടത്തുവാൻ കാരണം ഹല്ലേലൂയ ഈ വീൽ ചെയറിലായിരുന്നിട്ടും ഹല്ലേലൂയ പലതരത്തിലുള്ള അസുഖങ്ങളായിട്ടും ഹല്ലേലൂയ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്തുള്ള യോഗ്യത എന്ന് പറയുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൃപ ഒന്ന് മാത്രം. ഈ ശബ്ദപരിധിയിൽ ഈ ഹല്ലേലൂയ ജയാളിയായ ദൈവത്തെ ജീവിതത്തിൽ സ്വീകരിക്കാതെ വെള്ളത്തിൻ കുമിള പോലെ മിന്നിത്തിളങ്ങുന്ന ഈ ജഡിക സുഖങ്ങൾക്ക് അടിമപ്പെട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഈ ക്രൂശിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഈ ക്രൂശിൽ നമുക്ക് ഹല്ലേലൂയ നമുക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. നമുക്കിത് ഈ ലോകത്തിൽ ചിലപ്പോൾ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ എല്ലാം നമ്മൾ പ്രശംസിക്കും. എന്നാൽ അകത്തോട്ടെടുക്കുന്ന ശ്വാസം അത് പുറത്തോട്ട് പോയില്ലെങ്കിൽ ഈ പ്രശംസ വരും വ്യർത്ഥമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ കൊരിന്ത്യ ലേഖന കർത്താവ് പറയുന്നുണ്ട്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്നു നമുക്ക് നിത്യജീവനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞു, ഞാനോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ക്രൂശിൽ കൂടിയുള്ള രക്ഷ നമുക്ക് ഹല്ലേലൂയ സ്വായത്തമാക്കാം. കുരിശിൽ കിടന്ന കള്ളൻ്റെ അനുഭവം നമുക്കറിയാം. ഹല്ലേലൂയ ഒരിടത്ത് രക്ഷയായ ക്രൂശ്, ഒരിടത്ത് ഹല്ലേലൂയ രക്ഷയായ ക്രൂശ്, ഒരിടത്ത് രക്ഷ നഷ്ടപ്പെട്ടത് ഒന്ന് സ്വീകരിച്ചത്. നടുക്ക് നിൽക്കുന്നത് രക്ഷയാകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. ഒരു സൈഡിൽ രക്ഷ നഷ്ടപ്പെട്ടതായുള്ള മനുഷ്യൻ, മറു സൈഡിൽ രക്ഷ സ്വീകരിച്ചു. രണ്ടുപേരും അവൻ്റെ കയ്യെത്താവുന്ന അകലത്തിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇപ്പോൾ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ ഈ രക്ഷ നമ്മുടെ അടുക്കലുണ്ട്. രക്ഷ ഇപ്പോൾ നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ സുപ്രസാദ കാലം, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. അതുകൊണ്ട് ലോകസംഭവങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത് വിളിച്ച് കാണിക്കുമ്പോൾ ഈ ദൈവകരങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെങ്കിൽ ഹല്ലേലൂയ അവൻ നമുക്ക് ഹല്ലേലൂയ പാപമോചനത്തിൽ നിന്നും ഈ രോഗത്തിൽ നിന്നും സൗഖ്യം നൽകി. അവൻ നമുക്ക് കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് ശത്രുക്കളായിരുന്ന നമ്മെ മിത്രമാക്കി തീർത്ത് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അത് തന്നെയുമല്ല, അവനിൽ സർവ്വസമ്പൂർണതയും വരുവാൻ അവൻ ക്രൂശിൽ നമുക്ക് നിത്യമായ സമാധാനം നൽകിയിരിക്കുന്നു. അത് തന്നെയുമല്ല, ക്രൂശിൽ ഹല്ലേലൂയ ഈ തമ്പുരാൻ
അവൻ നമുക്ക് ജയോത്സവം കൊണ്ടാടി. ആ ജയാളിയായ ദൈവത്തെ സ്വീകരിപ്പാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതുകൊണ്ടായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നിനക്കായി ഞാൻ മരിച്ചല്ലോ, എനിക്കായി നീ എന്തു ചെയ്തു, നിനക്കായി ഞാൻ മരിച്ചല്ലോ, എനിക്കായി നീ എന്തു ചെയ്തു. നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ തന്ന ആ ക്രൂശിനെ പ്രശംസിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ വചനങ്ങളിൽ ഈ നല്ല വെള്ളിയാഴ്ച ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്ത